കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകലത്തെ ദൈവവചന ധ്യാനത്തിന് വേണ്ടി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. എന്നോട് സംസാരിച്ച നാഥം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യോഹന്നാൻ എന്ന അനുഗ്രഹിതനായ ദൈവമനുഷ്യനെ പസ്മോസിൻ്റെ കരിമ്പാറക്കെട്ടിൻ്റെ അകത്തേക്ക് നാടുകടത്തുന്ന ഭാഗമാണ്. ആ പസ്മോസിൻ്റെ കരിമ്പാറക്കെട്ടിൻ്റെ അകത്തോട് കിടക്കുമ്പോൾ തന്നോട് സംസാരിച്ചൊരു നാഥം എന്ത് എന്ന് കാണുവാൻ താൻ തിരിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒത്തിരി നാഥങ്ങൾ, ദൈവശബ്ദങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആ സംസാരിക്കുന്ന ശബ്ദം എന്താണെന്ന് കാണണമെങ്കിൽ നാം ഇന്ന് പകലിൽ ഒന്ന് തിരിയാൻ തയ്യാറാകണം. തിരിയാൻ തയ്യാറാകാതെ എത്ര ദൈവശബ്ദം കേട്ടിട്ടും എത്ര ദൈവാലോചന കേട്ടിട്ടും ആ ദൈവാലോചനകളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത്, ആ ദൈവത്തിൻ്റെ ശബ്ദമൊക്കെ ഇന്നും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് എല്ലാ വർഷവും എല്ലാ ആഴ്ചകളിലും ദിവസങ്ങളിലൊക്കെ നാം ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ ആ ദൈവശബ്ദം കേട്ടിട്ടും ആ ദൈവശബ്ദം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നിറവേറാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം നാം തിരിയാൻ തയ്യാറാകാത്തത് കൊണ്ടാണ്. ദൈവശബ്ദം കേട്ട് ഈ ദിവസങ്ങളൊന്ന് തിരിയാൻ തയ്യാറായാൽ, ദൈവവചനത്തിന് മുമ്പിൽ, ദൈവശബ്ദത്തിന് മുമ്പിൽ നാം ഒന്ന് തിരിയാൻ തയ്യാറായാൽ, യോഹന്നാൻ തിരിഞ്ഞപ്പോൾ താൻ ഇതുവരെ കാണാത്തത് തൻ്റെ കണ്ണിലൂടെ കാണത്തക്കവണ്ണം ദൈവം ഇടയാക്കി. പ്രിയപ്പെട്ടവരെ, ചിലത് കാണണമെങ്കിൽ, ചിലത് അനുഭവിക്കണമെങ്കിൽ, ഇതുവരെ കേൾക്കാത്തത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് കേട്ടാൽ പോരാ, അത് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ഇന്നു പകൽ ചിലതിൻ്റെ അകത്ത് തിരിയാൻ തയ്യാറാകണം. തിരിയാൻ തയ്യാറാകുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും വിശേഷമായത് ചിലത് തരാൻ ഒരുങ്ങിയിരിപ്പുണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിലേക്ക് ആ വിശേഷമായത് ഇന്ന് ലഭിക്കാത്തതിൻ്റെ കാരണം കേട്ടത് കേട്ടോണ്ടിരിക്കുന്നു, പക്ഷെ തിരിയാൻ തയ്യാറാകുന്നില്ല. ജീവിതത്തിൻ്റെ അകത്ത് എവിടെയൊക്കെയോ ഇന്ന് പകൽ നാം ഒന്ന് തിരിയാൻ തയ്യാറാകുമ്പോൾ, ജീവിതത്തിൻ്റെ അകത്ത് എവിടെ നിന്നൊക്കെയോ നമ്മളൊന്ന് കൺബാക്ക്, പുറകോട്ടൊന്ന് തിരിയാൻ നാം തയ്യാറാകുമ്പോൾ, പുറകോട്ടൊന്ന് തിരിയാൻ നാം റെഡിയാകുമ്പോൾ, സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വിശേഷമായ ചിലത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ശ്രേഷ്ഠമായ ചിലത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. ഇന്ന് പകൽ നാം എവിടാ തിരിയേണ്ടത്? നാം എവിടാ ഇന്ന് പകൽ പുറകോട്ട് വരേണ്ടത്? നാം എവിടാണെന്ന് പുറകോട്ട് നോക്കേണ്ടത്? എവിടെ നിന്നൊക്കെയോ ഇന്ന് പകൽ നാം ഒന്ന് തിരിയാൻ തയ്യാറാകുമ്പോൾ, ഈ പ്രഭാതത്തിൽ എവിടെ നിന്നൊക്കെയോ നമ്മളൊന്ന് പുറകോട്ട് മാറാൻ തയ്യാറാകുമ്പോൾ, സ്വർഗത്തിലെ ദൈവം തിരിയാൻ നാം തയ്യാറാകുമ്പോൾ നമ്മൾക്ക് വേണ്ടി ചില ശ്രേഷ്ഠമായ ചില നന്മകൾ ഇതുവരെ കാതിൽ കേട്ടത് നിങ്ങൾ കാണാൻ പോകുക. ഇതുവരെ നിങ്ങളുടെ കാതുകളിൽ കേട്ടത്, നിങ്ങളുടെ വീടിനോടുള്ള ബന്ധത്തിൽ, നിങ്ങളോടുള്ള ബന്ധത്തിൽ കേട്ടതെല്ലാം നിങ്ങൾ കാണും. ആ നാദത്തിന് മുമ്പിൽ ഒന്ന് തിരിയാൻ തയ്യാറാകണം. യോഹന്നാൻ തിരിഞ്ഞതുപോലെ തിരിഞ്ഞപ്പോൾ താൻ കണ്ട കാഴ്ച ഇതുവരെ ജീവിതത്തിൻ്റെ അകത്ത് കാണാത്തതാണ്. അങ്ങനെ ചിലത് സ്വർഗത്തിലെ ദൈവം കേട്ടതെല്ലാം നിങ്ങൾ കാണും. ഗാഡ് ബ്ലസ് യു.